കൊല്ലത്ത് ബ്രസീലിന്റെ പതാക പച്ചയായതുകൊണ്ട് അത് പാകിസ്ഥാൻ പതാകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചില ആൾക്കാർ അഴിപ്പിച്ചു. ഈ വാർത്ത കേട്ട് ചിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദിത്യം, ഞാനല്ല. കൊല്ലത്താണ് കൗതുകമുള്ള ഈ സംഭവം നടന്നത്. ബ്രസീലിന്റെ പച്ച പതാക കണ്ടപ്പോൾ ചിലർക്ക് കുരുപൊട്ടി. പച്ച പതാക നമ്മുടെ നാട്ടിൽ കെട്ടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ബ്രസീലിന്റെ പതാക അഴിപ്പിക്കുകയും ചെയ്തു. നമുക്ക് വാർത്ത കാണാം. വളരെ കൗതുകമുള്ള. ഇനി മുതൽ നാളെ നെയ്മറൊക്കെ നീയൊക്കെ പാകിസ്ഥാനിയാടാ, പാകിസ്ഥാനി പോടാന്ന് നെയ്മർ അടക്കമുള്ള ആൾക്കാരോട് പറയുമായിരിക്കും. വളരെ അത് കണ്ട് കുറച്ചു നേരം ചിരിച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടറിലെ അരുൺകുമാറിന്റെ വാർത്തയാണ്. ഞാനതിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാം, പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി കേട്ടതാണ്. പ്രേക്ഷകരെ, വളരെ രസകരമായ ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ്. ആ വാർത്ത ഇതാണ്. പ്രേക്ഷകർ ആ വാർത്ത കേൾക്കും, എന്നിട്ടൊന്ന് ചിരിക്കും. കൊല്ലം കടവൂരിൽ RSSന്റെ ഭീഷണിയെ തുടർന്ന് ബ്രസീലിന്റെ പതാക അഴിപ്പിച്ചുവെന്ന് പരാതി. പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചാണ് പതാക അഴിപ്പിച്ചത്. പതാക കെട്ടിയ കുട്ടികളെ RSS പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. പലയിടത്തും പതാക അഴിപ്പിച്ചു. ഉയരത്തിൽ കെട്ടിയ പതാക പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്തുവെന്നും ആരോപണമുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ ഉണ്ടെന്ന് കേൾക്കാം. പതാക അഴിച്ചു മാറ്റുകയാണ്. ഇത് പാകിസ്ഥാൻ പതാകയാണെന്ന് RSSലെ ചിലർ കരുതി. എന്റെ പൊന്ന RSS സഹോദരങ്ങളെ, ഇത് ബ്രസീലിന്റെ പതാകയാണ്. ബ്രസീലിന്റെ പതാകയിൽ പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ട്. പാകിസ്ഥാന്റെ പതാക നമ്മുടെ തെരുവിൽ ഇപ്പൊ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. പാകിസ്ഥാൻ ഈ പറയുന്ന ഫുട്ബോൾ കളിക്കുന്നില്ലല്ലോ. ഇത് ബ്രസീലിന്റെ പതാകയാണ് എന്നുള്ള സാമാന്യ ബോധം പോലും, അല്ലെങ്കിൽ പിന്നെ എന്തിനാ. AV ജയശങ്കറുണ്ട്. ജയശങ്കർ പാവം കുട്ടികളെ, ബ്രസീലിന്റെ ആരാധകര്, നമ്മുടെ നെയ്മറിന്റെ ആരാധകര്, അവരിലെ ആവേശത്തോടെ കിട്ടിയ പതാകയാണ്. സഹോദരങ്ങൾ പോയിട്ട് ഈ പാകിസ്ഥാൻ ഏതാ ബ്രസീൽ ഏതാന്ന് തിരിച്ചറിയാതെ പോയി പിള്ളേരെടുത്ത് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയ എന്താ സംഭവിച്ചത് ജയശങ്കർ? ഡോക്ടർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചിരി വരുന്നുണ്ട്. കാരണം ഇത് കാലം മാറി, പതാകളൊക്കെ തിരിച്ചറിയാൻ എല്ലാവർക്കും ഒരു വിവരബോധമൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും കൊല്ലം കടവൂരിലാണ് ഇത്തരത്തിൽ ബ്രസീലിന്റെ പതാകകൾ വ്യാപകമായി അഴിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഈ കടവൂർ പ്രദേശത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ബ്രസീൽ ആരാധകർ സ്ഥാപിച്ച പതാകകളാണ് നിർബന്ധിച്ച് അവിടുന്ന് അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ ആളുകളും ഈ RSSന്റെ ചില പ്രവർത്തകരൊക്കെ തന്നെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പതാക ആളുകളെ കൊണ്ട് നീക്കം ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചിലയിടങ്ങളിൽ ചില പോലീസുകാർ ഇത്തരത്തിൽ പതാക നീക്കം ചെയ്യണമെന്ന് ആളുകളെ നിർബന്ധിച്ചു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നമുക്ക് ഈ പരാതിയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ ആളുകളും എല്ലാ പോലീസുകാരെയും കുറ്റം പറയുന്നില്ല. ചില പോലീസുകാർ ഈ RSSകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ പതാക മാറ്റണമെന്നൊരു നിർബന്ധം ചെലുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കടവൂർ മേഖലയിലാണ് കൂട്ടത്തോടെ വ്യാപകമായി ഇത്തരത്തിൽ ബ്രസീലിന്റെ പതാകകൾ മാറ്റിയത്. ആ പതാകയുടെ നിറമാണ് പലർക്കും പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പച്ച പതാക കണ്ട് തെറ്റിദ്ധരിച്ചാണോ എന്ന് അറിയില്ല ഡോക്ടർ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ സീസണാണ്. നമ്മൾ ഇന്ത്യക്കാർ കളിക്കുന്നില്ല. എനിക്ക് അർജന്റീനിയൻ ടീമിനാണ് ഇഷ്ടം. ലാലേട്ടൻ ബ്രസീലിന്റെ ആളാണ്. ഈ ലാലേട്ടനെ പണ്ട് എമ്പുരാൻ ഇറങ്ങിയപ്പം ഹലാലേട്ടൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ലാലേട്ടൻ മുസ്ലിങ്ങൾ കടിപ്പെട്ടു, മുസ്ലിം അടിമയായി ലാലേട്ടൻ മാറി എന്നൊക്കെ പറഞ്ഞ് ഹലാലേട്ടൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇനി ലാലേട്ടൻ ബ്രസീൽ ആരാധന, ലാലേട്ടൻ എങ്ങനെ വിളിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അർജന്റീനയുണ്ട്, ബ്രസീലുണ്ട്, എത്രയോ നല്ല ടീമുകളുണ്ട്. അപ്പോൾ ഇത് ഒരുതരം ഈ പച്ച കാണുമ്പോൾ ഇറങ്ങുന്നതാണ്. അവർ ഓർക്കേണ്ട കാര്യം, എന്നും ഇന്ത്യയുടെ നിറം നമ്മുടെ ട്രൈ കളറിൽ പച്ച കാണും. അത് മുസ്ലിങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ തന്നെയാണ്. ഈ വെള്ള ക്രിസ്ത്യാനികളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഈ കുങ്കുമം കാവി നമ്മൾ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഇത് ഗോഡ്സെ അടക്കമുള്ള ഒരുപാട് പേര് ഈ പച്ചയെ ഒഴിവാക്കി കാവി മാത്രമാക്കാൻ ആഗ്രഹിച്ചു. മഹാത്മാഗാന്ധിയുടെ നിർബന്ധമാണ്. ഇത് ട്രൈ കളർ തന്നെയാണ്. അതാണ് ഈ രാജ്യത്തിന്റെ മഹത്വം, അതാണ് ഈ ഹിന്ദു സംസ്കാരത്തിന്റെ മഹത്വം, അതാണ് ഈ ഭാരതഭൂമിയുടെ മഹത്വം, അതാണ് ഭരണഘടനയുടെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും മഹത്വം. പക്ഷേ ഈ പച്ച കണ്ട ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്, പച്ച കണ്ട കുരുപൊട്ടും. അപ്പോൾ പച്ച കണ്ട് ബ്രസീലിന്റെ പതാക അഴിപ്പിച്ചു. ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്.